അബ്രോഡ് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കൺസേൺസ് ആണ്. ഈ എന്താണ് PCC? അതെ. അതെങ്ങനെ അപ്ലൈ ചെയ്യണം? അതെ. അതെങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? ഉം. അപ്പോൾ ഈ എബ്രോഡ് ഇപ്പോൾ വർക്കിനായാലും സ്റ്റഡിക്കായാലും അല്ലാതെ PR ഒക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ PCC എന്നൊരു കേസ് വന്നിട്ട് ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ച് നിൽപ്പുണ്ട്. അതെ, അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെ. അപ്പോൾ എന്താണ് PCC? PCC എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്യാനോ സ്റ്റഡി ആയിട്ടോ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല, ക്യാരക്ടർ ഗുഡ് ആണ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ പെൻഡിങ് ബിൽസ് കാര്യങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഇമിഗ്രേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു പേപ്പറാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC. ഓക്കെ. അതെ. ഇപ്പം എന്തിനൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റഡി അബ്രോഡിനായാലും അതേപോലെ തന്നെ സ്പൗസിനെ കൊണ്ടുള്ള വിസയ്ക്ക് ആയാലും നമ്മുടെ ജോബ് വിസ ആയാലും ഒക്കെ നമുക്ക് PCC ആവശ്യമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇന്ത്യൻ PCC ഉണ്ട്, എബ്രോഡ് PCC ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഇന്ത്യൻ PCC എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഹോം കൺട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അത് നമുക്ക് SP ഓഫീസിലോ അടുത്തുള്ള പാസ്പോർട്ട് സേവ ഓഫീസിലൊക്കെ പോയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കണക്ട് ചെയ്താലും മതി, നമുക്ക് ഗൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് എബ്രോഡ് PCC എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ പുറത്ത് ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു പേപ്പർ തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ എബ്രോഡ് കൺട്രീസ് എന്നൊക്കെ PCC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂവേ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രൂവേ സംബന്ധിച്ചിടത്തോളം ട്രൂവേ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതാണ് മെയിൻ തിങ്. കാരണം നമ്മളൊരു എൻക്വയറി ഇവിടെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഏതൊക്കെ കൺട്രീസ് നിന്നാണ് കറന്റ് ഇപ്പോൾ നമ്മൾ ട്രൂവേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ട്രൂവേ 40+ കൺട്രീസുകൾക്ക് ഇപ്പോൾ PCC കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പല കൺട്രീസിലോട്ടും. സോ അത്രയും കൺട്രീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 40+ കൺട്രീസിൻ്റെ ലിസ്റ്റ് നമ്മുടെ അവൈലബിൾ ആണ്. അതെ, അതെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യുന്നതും വർക്ക് ചെയ്യാൻ പോകുന്നതും ഗൾഫ് കൺട്രീസിലോട്ടാണ്. അപ്പോൾ കുവൈറ്റ് ഉണ്ട്, ഒമാൻ, സൗദിയൊക്കെ നമുക്ക് ഒത്തിരി കോൾസ് വരുന്നതാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്കിതിപ്പോൾ ഓരോരോ കൺട്രീസിലും ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അതെ, അതെ. ഓരോ കൺട്രീസിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഷുവർ. ബഹ്റിനിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും PCC അപ്ലൈ ചെയ്യേണ്ടത്? അതിൻ്റെ പ്രൊസീജിയർ എന്താ? ബഹ്റിൻ ഇതുപോലെ നമുക്കൊരു 10 to 15 വർക്കിംഗ് ഡേയ്സ് മതിയാവും. ബഹ്റിൻ PCCക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞത് അവിടുത്തെ CPR കോപ്പി, പാസ്പോർട്ട് കോപ്പി ഓൾഡ് വേണം, ഒരു പുതിയ പാസ്പോർട്ട് കോപ്പി ഉണ്ടെങ്കിൽ അത്. നമ്മൾ പർപ്പസ് ഓഫ് മൈഗ്രേഷൻ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്, ഏത് വിസയാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ഫിംഗർ പ്രിന്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് കൺട്രിയിലാണോ ഇപ്പോൾ കറന്റ് ഉള്ളത് അവിടെ നിന്ന് തന്നെ എടുത്തു തന്നാൽ മതി. ഒരു ഫോം ഉണ്ട്, കിങ്ഡം ഓഫ് ബഹ്റൈൻ്റെ ഫോം ഉണ്ട്, അത് നമ്മൾ ട്രൂവേ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഡിജിറ്റലൈസ്ഡ് ഫിംഗർ പ്രിന്റ് വിത്ത് ബ്ലാക്ക് ഇങ്ക് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്താണ്? അതായത് ഫിംഗർ പ്രിന്റ് ബേസ് ചെയ്തിട്ടാണ് മിക്കവർക്കും ഡൗട്ട് ഉള്ളത്. അത് നമുക്ക് ട്രൂവേനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അടുത്ത ഫിംഗർ പ്രിന്റ് സെന്റർ ഉള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് അത് നമ്മൾ ആ SP ഓഫീസിലോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നമ്മൾ പറയുന്ന പോലെ പോകുമ്പോൾ അവർ തന്നെ അത് ചെയ്ത് തരുന്നുണ്ട്. ഡിജിറ്റലൈസ്ഡ് ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കറക്റ്റ് എങ്ങനെയാണ്? അതിൽ ഫോം ഉണ്ട്, ആ ഫോം അവരെ ഏൽപ്പിക്കുക, അപ്പോൾ അവരത് ഫിൽ ചെയ്ത് തരും പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണ്. എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത്? ജനറലി നമുക്ക് ഫിംഗർ പ്രിന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജസ്റ്റ് 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടും. ഓക്കെ. വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ ഇതിൽ? ബഹ്റൈൻ PCCക്കോ? ബഹ്റൈൻ PCC വിസിറ്റ് വിസയുടെ കേസാണ് ചോദിക്കുന്നത്. വിസിറ്റ് നമുക്ക് വർക്ക് വിസയാണ് ഇപ്പോൾ കറന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ID CPR ID ലോസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഓൾറെഡി അവിടെ ഫിംഗർ പ്രിന്റ് ബഹ്റൈനിൽ എൻ്റർ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ് പ്രൊസീജിയർ ഒഴിവാക്കിക്കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പിന്നെ ഫിംഗർ പ്രിന്റ് എടുക്കണ്ട, അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ. നിങ്ങൾക്ക് PCCയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് വെച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് പുതിയ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അതിൻ്റെ കമൻറ്റും റിപ്ലൈ ആയിട്ട് തരാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, വീഡിയോയുടെ എന്തെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് നമ്മളെ എനി ടൈം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനി ടൈം മീൻസ് വർക്കിംഗ് ടൈമിൽ മോർണിംഗ് 9:30 to 6 ആണ് ഞങ്ങളുടെ വർക്കിംഗ് ടൈം വരുന്നത്. അല്ലാത്ത ടൈം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആവാനുള്ള